ഡാ! അലർച്ചയോട് കൂടിയുള്ള ശബ്ദം കേട്ടതും അച്ചുവും കിച്ചുവും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ തങ്ങളെ രൂക്ഷത്തോടെ നോക്കുന്ന അജിത്തിനെ കണ്ടതും അച്ചു കിച്ചുവിൻ്റെ പുറകിലേക്ക് നീങ്ങി. അതോടൊപ്പം അച്ചുവിൻ്റെ കണ്ണുകൾ അജിത്തിന് കുറച്ചപ്പുറം തങ്ങളെ നോക്കുന്ന റാമിലും രാഹുലിലും എത്തി നിന്നു. അളിയ, അത് ഞാൻ അല്ല, ഞങ്ങൾ. അടുത്തേക്ക് വന്ന അജിത്തിനെ നോക്കി എന്ത് പറയണമെന്നറിയാതെ കിച്ചു നിന്ന് വിക്കി. അജിത്ത് നേരെ വന്ന് അച്ചുവിനെ അവൻ്റെ പുറകിൽ നിന്ന് മുന്നിലേക്ക് നിർത്തി. പെങ്ങളുടെ സുരക്ഷയും ഉത്തരവാദിത്തവും ഒരു ആങ്ങളയുടെ കടമയാണ്. അല്ലെങ്കിൽ ഒരു 10 മാസം കഴിയുമ്പോൾ എന്നെ മാമ എന്ന് വിളിക്കാൻ ഒരാളിങ്ങ് വന്നെന്ന് വരും. കിച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് അച്ചുവിനെ കൊണ്ടുപോകുന്ന അജിത്തിനെ കിച്ചു നോക്കി നിന്ന് പോയി. പിന്നെ മനസ്സിൽ അജിത്തിനെ കുറേ തെറി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സമാധാനം തോന്നിയത്. കിച്ചു തിരികെ എല്ലാവരും കൂടിയിരുന്ന മുറിയിലെത്തിയതും കണ്ണൻ്റെയും അജിത്തിൻ്റെയും നടുക്കായിരിക്കുന്ന അച്ചുവിനെ കണ്ടു. കിച്ചു രണ്ടിനെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഇരുന്നതും ശക്തിയിൽ എന്തോ കിച്ചുവിൻ്റെ മുതുകിൽ വന്നിടിച്ചതും ഒരുമിച്ചായിരുന്നു. അമ്മേ! ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് കിച്ചു ചാടി എഴുന്നേറ്റു. ഭദ്രകാളിയെ വെല്ലും വിധത്തിൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അവളെ കിച്ചു തുറച്ചു നോക്കി. നിനക്ക് എന്താടീ കോപ്പേ? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ കളിപ്പിച്ചില്ലേ, എന്നെ കരയിപ്പിച്ചില്ലേ, ദുഷ്ടൻ! കിച്ചുവിൻ്റെ നെഞ്ചിൽ തല്ലിയും പിച്ചിയും കൊണ്ട് ലച്ചു പറഞ്ഞു. ആ എടി എടി വിടടി, നിന്നെയൊന്ന് വട്ടാക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതിനിടയിൽ അവന് ഹോസ്പിറ്റൽ കേസ് വരുമെന്ന് ഞാൻ അറിഞ്ഞു. ലച്ചുവിൻ്റെ കൈ പിടിച്ച് വെച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. എന്നാ പിന്നെ അത് കഴിഞ്ഞ് എന്നോട് പറയാറുന്നില്ലേ? ലച്ചു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അവന് തന്നെ പറയണമെന്ന് പറഞ്ഞപ്പോൾ കിച്ചു ചിരിച്ചു. എന്നാ നിനക്ക് ഞങ്ങളോടെങ്കിലും പറയാമായിരുന്നില്ലേ? ലച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പ്രണവ് ചോദിച്ചു. അത് പിന്നെ അളിയന്മാരോട് അളിയന് തന്നെ പറയണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ട് കിച്ചു ചിരിച്ചു. എന്നാലും നീ ഞങ്ങളുടെ കൊച്ചിനോട് ചെയ്തത് തെറ്റായി പോയടാ, പാവം ഒത്തിരി കരഞ്ഞു. ലച്ചുവിനെ നോക്കി വിഷമത്തോടെ കണ്ണൻ പറഞ്ഞു. എരുതിയിൽ എണ്ണയൊഴിക്കാതെ എഴുന്നേറ്റ് പോടാ നാറി! കിച്ചു കണ്ണിന് നേരെ ചീറി. എണീറ്റ് പോവില്ലടാ പട്ടി! എന്നിട്ട് നിനക്ക് ഞങ്ങളുടെ പെങ്ങളുടെ അടുത്ത് വന്നിരുന്ന് ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിക്കാനല്ലേ? സമ്മതിക്കില്ലടാ നാറി! പെങ്ങളുടെ ഉത്തരവാദിത്വവും ഒരു ആങ്ങളുടെ കടമയാണ്. കണ്ണൻ പറഞ്ഞുകൊണ്ട് അച്ചുവിനെ ചേർത്ത് പിടിച്ച് മറു സൈഡിൽ നിന്ന് അജിത്തും. അച്ചു ഗമയോടെ നിവർന്നിരുന്നു കൊണ്ട് കിച്ചുവിനെ നോക്കി. അത് കണ്ടതും കിച്ചു വേഗം ബെഡിലിരിക്കുന്ന ഭദ്രയുടെയും അവൾക്കടുത്തായി ഇരിക്കുന്ന ആരതിയുടെയും നടുക്ക് കയറിയിരുന്നു. ഒപ്പം കണ്ണനോട് വെള്ളിവിളി പോലെ പറഞ്ഞു. പെങ്ങളുടെ ഉത്തരവാദിത്തം ആങ്ങളയ്ക്കുള്ളതല്ലേ, അതുകൊണ്ട് ഇവളെ ഒന്ന് തൊടാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ലടാ. ഭദ്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞു. എനിക്ക് സ്പർശന പുണ്യം വേണ്ടടാ, ദർശന പുണ്യം മതി. ദർശന പുണ്യം പോലും ഞാൻ തരില്ലടാ നിനക്ക്. അതും പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് കണ്ണൻ്റെ നേർക്ക് എറിഞ്ഞു കിച്ചു. അച്ചുവിനെയും കണ്ണനെയും അജിത്തിനെയും മറച്ചുകൊണ്ട് ആ പുതപ്പ് അവരുടെ തലയിൽ വന്നു വീണു. ശ്യാമേ! എങ്ങോ നോക്കി നിൽക്കുന്ന ശ്യാമിനെ നോക്കിക്കൊണ്ട് ആദി വിളിച്ചു. അവൻ്റെ ശബ്ദം കേട്ടെന്നോണം ശ്യാമ തിരിഞ്ഞു നോക്കി. എടാ, ഐ ആം സോറി. ശ്യാമിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആദി പറഞ്ഞതും ആദിയുടെ കവിളത്ത് ശ്യാമ ഒന്ന് പൊട്ടിച്ചിരുന്നു. ആദി പകച്ചുകൊണ്ട് അവനെ നോക്കി. കുറേ വർഷങ്ങളായിട്ട് നിന്റെ കൂടെ നടക്കുന്നവനല്ലേടാ ഞാൻ, ആദിയെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ശ്യാമ ചോദിച്ചു. നിഴല് പോലെ കൂടി നിന്നിട്ടില്ലേ എന്തിനും? ഇന്ന് വരെ നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ചോദിക്കാതിരുന്നത് അത് നീയായി തന്നെ എന്നോട് പറയുമെന്ന് ഓർത്തിട്ടാ. നിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിന്നെ ഇട്ടേച്ചു പോകുന്ന നട്ടലില്ലാത്തൊരു ഫ്രണ്ടാണ് ഞാനെന്ന് കരുതിയോ നീയെ? ശ്യാമിൻ്റെ കണ്ണ് നിറയുന്നത് ആദി കണ്ടു. ഇത്രയും നാളും എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും നിന്നോടല്ലേ ഞാൻ വന്ന് പറയാറ്. അത് മറ്റാരേക്കാളും എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. വീണ്ടും അവനെ തള്ളിക്കൊണ്ട് ശ്യാമ പറഞ്ഞു. പിന്നെ ലച്ചു, അവള് അജിത്തേട്ടൻ്റെയോ പ്രണവേട്ടൻ്റെയോ മാത്രം പെങ്ങളല്ല, എൻ്റെയും കൂടി പെങ്ങളാണ്. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണാൻ തുടങ്ങിയതാടാ ഞാൻ അവളെ. അവളിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് പറ്റും. അങ്ങനെ എന്നോ ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ പെങ്ങൾക്ക് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ഇഷ്ടം എത്രയാണെന്ന്. ശ്യാമിൻ്റെ വെളിപ്പെടുത്തലിൽ ആദ്യം നടുങ്ങിക്കൊണ്ട് അവനെ നോക്കിപ്പോയി. മാത്രല്ല, നിന്നെയും ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായില്ലേ. നിനക്കും എൻ്റെ കൊച്ചിനെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ നീ അത് എപ്പോഴെങ്കിലും എന്നോട് തുറന്നു പറയുമെന്ന് ഞാൻ കരുതിയിരുന്നു. എടാ സോറി, ഞാൻ മനഃപൂർവ്വമല്ല. എനിക്ക്
ആദി എന്ത് പറയുമെന്നറിയാതെ വിഷമിച്ചു. സാരല്ല, വിട്ടേക്ക്. ഇനി അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ശ്യാമില് ഒരു പുഞ്ചിരി തെളിഞ്ഞു. പൊടുന്നനെ ആദി അവനെ കെട്ടിപ്പിടിച്ചു. അതെ, കൂട്ടുകാരനാണെന്ന് വെച്ച് എൻ്റെ പെങ്ങളെ നോവിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. കേട്ടോടാ നാറിയാളിയാ. ശ്യാം ചിരിയോടെ പറഞ്ഞതും ആദി അവനെ മുറുകെ പുണർന്നുകൊണ്ട് അവനെ നോക്കി. 2 ദിവസം കഴിഞ്ഞതും അവർ അവിടെ നിന്നും തിരികെ വീട്ടിലെത്തിയ ലച്ചു ഭയങ്കര ഹാപ്പിയായിരുന്നു. പോയതുപോലെയല്ലായിരുന്നു ലച്ചു തിരികെ വന്നത്. പ്ലീസ് അലയ, ഒന്ന് താ. പ്രണവ് ഉമ്മറത്തായി ഫോൺ നോക്കിയിരിക്കുന്ന കിച്ചുവിനോട് പറഞ്ഞു. പറ്റില്ല. എന്താണ് നിനക്ക് എന്നോടൊരു സ്നേഹമില്ലാത്ത? ഒന്ന് താടാ. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിന്റെ കെട്ടിയോളുടെയോ പെങ്ങളുടെയോ നമ്പറൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചേ. അവളും എൻ്റെ പെങ്ങൾ തന്നെയാ. എന്നാ നമ്പർ വേണ്ട, ഇൻസ്റ്റ ID മതി. അതും തരില്ല. നീ എന്ത് ദുഷ്ടനാണടാ തെണ്ടി. എന്തോന്നടാ രാവിലെ തന്നെ അവൻ്റെ കാല് പിടിക്കല്. ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് കണ്ണൻ പറഞ്ഞു. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അങ്ങനെ പറയല്ലേ. എന്താ നിന്റെ പ്രശ്നം? കണ്ണൻ ചോദിച്ചതും പ്രണവ് തപ്പിത്തടയാൻ തുടങ്ങി. വേറെ ഒന്നും അല്ലടാ, നമ്മുടെ ഭദ്രയുടെ ഫ്രണ്ടില്ലേ ആതിര, അവളുടെ നമ്പർ കൊടുക്കൂ എന്ന് ചോദിച്ചതാ. കിച്ചു പറഞ്ഞു. നിനക്കെന്തിനാ ഇപ്പോൾ അവളുടെ നമ്പർ? അത് ഒരാവശ്യത്തിനാ. എന്താവശ്യം? പ്രേമം. പ്രേമോ? യെസ്. അന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിച്ചപ്പോൾ അവൾ പറഞ്ഞില്ലേ, അപ്പോൾ തുടങ്ങിയതാ. അങ്ങനെ നീയും കമ്മിറ്റഡ് ആയല്ലേ? ലച്ചുവും അച്ചുവും അനുവും കൂടെ അനുവിൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയാണ്. അപ്പോഴാണ് അനുവും പറഞ്ഞത്. യാ, സത്യത്തിൽ ഞാൻ കരുതിയില്ല ആദിയേട്ടന് എന്നെ ഇഷ്ടമാണെന്ന്. ലച്ചു സന്തോഷത്തോടെ പറഞ്ഞു. പാവം ആദിയേട്ടൻ ഇത്ര നാള് സന്തോഷത്തോടെ നടന്നതാ. ഇനിയിപ്പോൾ അങ്ങനെയല്ലല്ലോ, തലയിൽ കയറിയിരിക്കുന്നത് ആറ്റം ബോംബല്ലേ. അച്ചു ലച്ചുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ കിച്ചേട്ടനാണ് പെട്ടേക്കുന്നത്. പാവം കിച്ചേട്ടന് എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും. എന്നിട്ടോ ഇഷ്ടം തോന്നിയത് ഈ മുതുക്കിയോട്. ലച്ചു അച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹേയ് മിസ്റ്റർ, എനിക്കെന്താണൊരു കുറവ്? ഓ, ഒരു കുറവുമില്ല, എല്ലാം ഇച്ചിരി കൂടുതലാണ്. എടി, നിന്റെ ആ ആദ്യേട്ടനെ കാണാൻ ഇത്തിരി തൊലിവെളുപ്പും ലുക്കും ഉണ്ടെന്ന് കരുതി വല്ലാണ്ട് അഹങ്കരിക്കല്ലേ. അച്ചു ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, നിനക്ക് പുച്ഛം. തൃശ്ശൂരായിരിക്കുമ്പോൾ കിച്ചേട്ടൻ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുൻപ് എത്ര സുന്ദരി പെൺകുട്ടികളായിരുന്നു എന്നോ കിച്ചേട്ടനെ പുറകെ. ലച്ചു ഒരു ഓർമ്മയിൽ നിന്നും പറഞ്ഞു. വെറുതെ പുളു പറയല്ലേ, അച്ചു പറഞ്ഞു. ഒപ്പം മുഖം വീർപ്പിക്കുകയും ചെയ്തു. പുളുവൊന്നല്ല, ഞാൻ പറയാം. കിച്ചേട്ടൻ്റെയൊക്കെ അവിടുത്തെ വീടിൻ്റെ 2 വീട് അപ്പുറം ഒരു വീടുണ്ട്. അതിൻ്റെ മുകളിൽ പെയിൻ ഗസ്റ്റായി താമസിക്കുന്നവരാണ്. ഒരു 4-5 പെൺപിള്ളേരാണ് അവിടെ. അത്രയും കേട്ടപ്പോൾ തന്നെ അച്ചുവിൻ്റെ മുഖം കുടുക്ക പോലെ വീർത്തു വന്നു. എന്നും കിച്ചുവേട്ടൻ എങ്ങോട്ടേലും പോകുമ്പോൾ വഴിയിൽ നോക്കി നിൽക്കും. വായി നോക്കുന്നതാ. മാത്രമല്ല അമ്മായിയായിട്ട് കമ്പനിയൊക്കെ ആയിരുന്നു അവർ. പിന്നെ കിച്ചേട്ടനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിലെ 2-3 പേര്. കിച്ചേട്ടൻ അത് റിജക്റ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ അമ്പലത്തിൻ്റെ അടുത്തുണ്ട് വേറെ ഒരു ചേച്ചി, കിച്ചേട്ടൻ്റെ കൂടെ പഠിച്ചതാ. അവർ നല്ല കൂട്ടാ. പക്ഷേ ആ ചേച്ചിക്ക് കിച്ചേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ. അച്ചുവിൻ്റെ മുഖം കണ്ട് അനുവിലും ലച്ചുവിലും ചിരി വരുന്നുണ്ടായിരുന്നു. കിച്ചുവിനെ കയ്യിൽ കിട്ടിയാൽ അച്ചു അരച്ച് കലക്കി കുടിക്കുമെന്ന് അവർക്ക് തോന്നിപ്പോയി. പിന്നെ മതി നിന്റെ ഒരു കുച്ചേട്ടൻ. 2 കൈയും ചെവിയിൽ പൊത്തി പിടിച്ചുകൊണ്ട് അച്ചു ഉറക്കെ പറഞ്ഞു. നാട്ടിലെ ഗോപികമാരുടെ കൃഷ്ണനായിരുന്നു മോളെ കിച്ചേട്ടൻ. ലച്ചു വീണ്ടും പറഞ്ഞതും അച്ചു അവളെ ചുണ്ടുകുറിപ്പിച്ച് നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? അച്ചു ചോദിച്ചു. എന്താ? എടി, കിച്ചേട്ടൻ കുടിക്കോ? നല്ല ചോദ്യം. കുടിയിൽ PhD എടുത്തേക്കുന്ന കിച്ചേട്ടൻ കുടിക്കോന്ന് നിന്റെ ഒരു തമാശ. കാര്യം പറയടി പട്ടി, അച്ചു ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഈ കാര്യത്തിൽ കിച്ചേട്ടൻ PhD എടുത്തിട്ടുള്ളതാണ്. വിസ്കിയാണ് ഏറ്റവും ഇഷ്ടം. നിനക്കറിയോ, അവിടെ ഉത്സവത്തിന് ആൺപിള്ളേർ കുടിച്ചിട്ട് ഡാൻസ് കളിക്കും. അതിലെ മെയിൻ ആളായിരുന്നു കിച്ചുവേട്ടൻ. ബാംഗ്ലൂർ പോയപ്പോൾ വീക്കിലി അവിടുത്തെ ഡാൻസ് ബാറിൽ പോവാറുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം കുടിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോവില്ല. എല്ലാവരും കൂടെ ഇവിടെ അശത്തേട്ടൻ്റെ റൂമിലാണ് കലാപരിപാടി. ലച്ചു പറഞ്ഞു കഴിഞ്ഞതും അച്ചു ഒന്നിരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. എന്താടി, എന്താ പറ്റിയേ? അച്ചുവിൻ്റെ മുഖം മാറിയതും ലച്ചു ചോദിച്ചു. ഞാൻ വീട്ടിൽ പോവാ. അതും പറഞ്ഞ് വേറെ ഒന്നും പറയാതെ ഫോണും എടുത്ത് അച്ചു അവിടെ നിന്നും വേഗം പോയി.
പണി പാളിയെന്നാ തോന്നുന്നേ, അനു പറഞ്ഞു. ഇന്ന് കിച്ചേട്ടൻ്റെ കാര്യം കട്ട പുകയാ, ലച്ചു ആരോടൊന്നില്ലാതെ പറഞ്ഞു. പ്രണവിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖം കൂർപ്പിച്ച് ദേഷ്യത്തിൽ വരുന്ന അച്ചുവിനെ അവരെല്ലാം കണ്ടത്. അച്ചു നേരെ വന്ന് എല്ലാവരെയും തുറച്ചു നോക്കി. കിച്ചേട്ടാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, ദേഷ്യം കലർന്ന ഗൗരവത്തിൽ അച്ചു പറഞ്ഞതും കിച്ചു എന്താണ് കാര്യമെന്നറിയാതെ നെറ്റി ചുളിച്ച് അവളെ നോക്കി. എന്താ കാര്യം? എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം കിച്ചേട്ടനോട്. എന്താടി പറയ്, കാര്യം എന്താണെന്ന് അറിഞ്ഞാലേ നിങ്ങൾ വരൂ, വാ ഇങ്ങോട്ട്, അവനെ തുറച്ചു നോക്കി പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈപിടിച്ച് വലിച്ച് അച്ചു അകത്തേക്ക് പോയി. എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ അജിത്തെ, അടുത്തിരിക്കുന്ന അജിത്തിനോട് കണ്ണൻ പറഞ്ഞു. കിച്ചുവിൻ്റെ മുറിയിൽ കയറി അവനെ അകത്തേക്ക് വലിച്ച് വാതിലിൻ്റെ കുറ്റിയിട്ടുകൊണ്ട് അച്ചു തിരിഞ്ഞ് കിച്ചുവിനെ നോക്കി. അച്ചുവിൻ്റെ ഭാവം കണ്ട് എന്താണ് കാര്യമെന്നറിയാതെ കിച്ചു അവളെ നോക്കി.